ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ടോപ്പിക്കാണ്, അല്ല രണ്ട് ടോപ്പിക് എത്തിയില്ല, അതിന്റെ മുൻപ് ചെറിയ പഠിക്കുന്ന ടോപ്പിക്കാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. എന്താണ് ഈ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്താണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? അത് അറിയെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. എന്താ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? ഇവിടെ ഒന്നുമില്ല. കൺസർവേഷൻ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് 0 ആണെങ്കിൽ, ഒരു ബോഡിന്റെ മുകളിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മുകളിൽ ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം 0 ആയിരിക്കും? ഇല്ല, മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെ? അതല്ലേ സംഭവം. ഫോഴ്സ് 0 ആണ്, മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. കൺസർവേഷൻ ഓഫ് സാധാരണ മൊമെന്റം. ഓക്കെ, അപ്പൊ അത് ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം സാധനത്തിനെ നിങ്ങൾ റൊട്ടേഷനിലേക്ക് കൊണ്ടുവരാം. ഫോഴ്സിന് പകരം ടോർക്ക് 0 ആണെങ്കിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ്? ആംഗുലർ ലീനിയർ മൊമെന്റ് ആണോ? അല്ല, ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പൊ കൺസർവേഷൻ ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക്കലി ഫോഴ്സിന് പകരം ടോർക്ക് 0 ആവട്ടെ, സാധനത്തിന്റെ മുകളിൽ ടോർക്ക് ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ്? ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. എഴുതി വെക്കുക. ആംഗുലർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇഫ് ദി നെറ്റ് ടോർക്ക് ഓൺ ദി സിസ്റ്റം ഇസ് 0. നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ്? ആംഗുലർ മൊമെന്റം 0 ആയിരിക്കും എന്നല്ല, ആംഗുലർ മൊമെന്റം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തായിരിക്കും? പോ എല്ലാം പോയി. ഓക്കെ, സമാധാനം. ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് പരീക്ഷ എഴുതി വെക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്. ഓക്കെ, അപ്പൊ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? L is equal to I omega. ഓക്കെ, L is equal to I omega. അപ്പൊ ഈ സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സാധനത്തിന്റെ മുകളിൽ ടോർക്ക് 0 ആയിരിക്കും. എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ല വിചാരിക്കും. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് I omega കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് അർത്ഥം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. I omega കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ I കൂടുമ്പോൾ ഒമേഗ എന്ത് ചെയ്യണം? കുറയണം. കാരണം L കോൺസ്റ്റന്റ് അല്ലേ. I കൂടുവാണെങ്കിൽ L കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒമേഗ കുറയണം. I കുറയുകയാണെങ്കിൽ ഒമേഗ കൂടണം. ശരിയാണോ? തീർച്ചയായും ശരിയാണ് സാർ. അപ്പൊ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ I കൂടുമ്പോൾ ഒമേഗ കുറയണം, I കുറയുമ്പോൾ ഒമേഗ കൂടണം. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഒരു ഐസ് സ്കേറ്ററിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഓക്കെ, അത് പരീക്ഷ ചോദിക്കുന്നു കേട്ടോ. അപ്പൊ ആ എക്സാമ്പിൾ ഞാൻ ഇവിടെ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. എവിടെ പോയി? ഒരു ചേച്ചിയുടെ വീഡിയോ ഉണ്ട്, നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ മനസ്സിലാക്കാൻ നോക്കുക. ഈ ഐസ് സ്കേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള കഥയാണ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിക്കോ. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഒരു ചോദ്യം സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഈ ഐസ് സ്കേറ്റർ അല്ലെ പോട്ടെ, അലക്സ് സാർ ആണ് ഐസ് സ്കേറ്റർ എന്ന് വിചാരിക്കും. ഓക്കെ, വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അലക്സ് ഐസ് സ്കേറ്റ് ചെയ്യുന്ന കളിക്കുമ്പോൾ, റൊട്ടേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ. പക്ഷെ നല്ല അലക്സ് സാറാണെന്ന് വിചാരിക്കും. അലക്സ് സാർ കൈ ഇങ്ങനെ വിട്ട് പിടിക്കുമ്പോഴാണോ അടുത്തേക്ക് പിടിക്കുമ്പോഴാണോ അലക്സ് സാറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? വിട്ട് പിടിക്കുമ്പോഴാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? അകത്ത് പിടിക്കുമ്പോഴാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? വിട്ട് പിടിക്കുമ്പോഴായിരിക്കും അല്ലെ. കാരണം മാസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഡിസ്റ്റൻസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ വലിയ അകലെയാണ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവ്. മനസ്സിലാവുന്നുണ്ടോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവ്. അങ്ങനെയാണ് ശ്രദ്ധിക്കട്ടോ. ഈ ചേച്ചി റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, എല്ലാം ദൂരെയാണ്. ഇപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയ്ക്കുവേ. നോക്കി എങ്ങനെ കുറയ്ക്കുക? അടുത്തേക്ക് കൈ കൊണ്ടുവരുമ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോ നോക്കിക്കേ, എന്താ കൂടുന്നത്? സ്പീഡ് കൂടും. ആംഗുലർ വെലോസിറ്റി കൂടുന്നുണ്ട്. കാരണം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറച്ചപ്പോഴത്തേക്ക് ഒന്നുകൂടി കാണിച്ചാൽ നോക്ക്, ഒന്നുകൂടി കാണിച്ചു. അത് മനസ്സിലാക്കാം കേട്ടോ, നല്ല രസമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, നോക്ക്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്, പക്ഷെ അപ്പോൾ ആംഗുലർ വെലോസിറ്റി കുറവാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയ്ക്കുന്നതിനനുസരിച്ച് കണ്ടോ, കൈ അടുത്തേക്ക് പോരുക. നോക്കിയോ, കൈ ഇപ്പൊ അടുത്തേക്ക് വരും. നോക്കിയോ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞോ? ഇല്ല, കുറഞ്ഞില്ല. കുറഞ്ഞു. അപ്പൊ എന്താണ്? സ്പീഡ് കൂടി, ഒമേഗ കൂടി. കാരണം കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. എന്താ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പറയുന്നത്? എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയ്ക്കുന്നതിനനുസരിച്ച് ഒമേഗ കൂടും, ആംഗുലർ വെലോസിറ്റി കൂടും. കാരണം കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അപ്പൊ ഈ ഒരു ചോദ്യം ഐസ് സ്കേറ്റർ ഇങ്ങനെ കറങ്ങുന്ന ചോദ്യം വന്നാലോ അല്ല അത് ബേസ്ഡ് ആയാലും എന്ത് വന്നാലും അതിന്റെ ലോജിക് എന്താണ്?
കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആണ്. പരീക്ഷ വന്നിട്ടുണ്ട്, എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ ആ ആംഗുലർ കൺസർവേഷൻ ആംഗുലർ മൊമെന്റ് പറയുന്നത് ഐ കൂടാണ് ഒമേഗ കുറയും. ഐ കുറയാണെങ്കിൽ ഒമേഗ കൂടും. കൈ അടുത്തടുത്ത് പിടിക്കുമ്പോൾ ഐ കുറവാണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഒമേഗ ആംഗുലർ വെലോസിറ്റി പറഞ്ഞ് കൂടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ എക്സാമ്പിൾ ഐസ് സ്കേറ്ററിന്റെ ചേച്ചിയുടെ എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണ്?